കാന്താര ആ ഒരു ആദ്യത്തെ മൂവി ഇറങ്ങിയിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ രണ്ടാമത്തെ പടം ചെയ്യുക, അത് എനിക്കൊന്ന് കാന്താരയുടെ ലാസ്റ്റ് ഒരു 10-20-25 മിനിറ്റാണ് നമുക്കൊരു ഗൂസ് ബംബ് മൊമെന്റ് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. പക്ഷേ ഈ പടത്തിൽ ത്രൂ ഔട്ട് ആ കാലഘട്ടം സെറ്റ് ചെയ്ത് മുതൽ ലാസ്റ്റ് വരെയുള്ള സീനുകൾ വരെ ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഋഷഭ് ഷെട്ടി അത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർവെൽ ബ്ലോക്ക്, അതുപോലെയുള്ള ഓരോ ബ്ലോക്കുകളും വേറെ വേറെ ഭയങ്കരമായി ഗൂസ് ബംബ് നമ്മൾ പറഞ്ഞും അറിയുന്നത് ശരിക്കും തിയേറ്ററിൽ അനുഭവിച്ച ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ 1 എന്നുള്ള മൂവി. അതിൽ അവസാനത്തെ അദ്ദേഹത്തിന് ഒരു ഭാവപ്പാർച്ചയുണ്ട് ലാസ്റ്റ് 15 മിനിറ്റൊക്കെ ഗംഭീരമാണ്. ഒന്നാമത് അജനീഷിൻ്റെ ആ ഒരു വരാരൂപം എന്നുള്ള ആ ഒരു ബീജിയം അതൊക്കെ ഒരു തിയേറ്ററിനകത്ത് വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ്. അപ്പോൾ നാഷണൽ അവാർഡ് എന്തുകൊണ്ടും അറിയിക്കുന്നു എന്ന് ആദ്യത്തെ പാർട്ടി തെളിയിച്ചു. ഈ വർഷത്തെ നാഷണൽ അവാർഡ് ഇനി വേറെ ആരും നോക്കണ്ട, 2025 നമുക്ക് 27-ലോ 28-ലോ ആയിരിക്കും അനൗൺസ് ചെയ്യുക. അത് വേറെ ആരും നോക്കണ്ട എന്ന് തന്നെ തോന്നുന്നു. കാരണം അത്രയ്ക്കും ഡിസേർവിങ് ആണ് ഈ ഒരു സിനിമ. നമ്മൾ പുഷ്പ പോലുള്ള സിനിമകൾക്ക് കിട്ടുമ്പോൾ അവരൊക്കെ ആ മേക്കേഴ്സൊക്കെ ഇതൊക്കെ ഇരുന്ന് കാണണം എന്നാണ് തോന്നുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറി, ഒന്നാമത് ആ ഒരു നാട്ടിൽ നടക്കുന്നതും നമ്മുടെ പുരാണങ്ങളും മിത്തുകളായിട്ട് ചേർന്നിരിക്കുന്ന കഥ, നാടുമായിട്ട് ചേർന്നിരിക്കുന്ന കഥ, എന്തുകൊണ്ടൊരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാന്താര.